ഡീലെന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളുമായിട്ടല്ലേ ഡീല്. മറ്റു തരത്തിലുള്ള ഡീലൊന്നും നമുക്കില്ല. ഈ മണ്ഡലത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ടിട്ടുള്ള ജനങ്ങളുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ല ഡീലുണ്ട്. ഹൈക്കോടതിയാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. അവരാണ് SIT നിയോഗിച്ചത്. അവർക്കാണ് SIT റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തെ നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇല്ല, വോട്ടർമാരെല്ലാം വളരെ ആക്റ്റീവാണ്. എല്ലാവരും LDF വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രസന്റായിട്ട് ആളുകൾ സമീപിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടും നല്ല നിലയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉയരുന്ന ഒരു ഡീൽ ആരോപണം, ശരിക്കും അത്തരത്തിലൊരു ഡീൽ ഉണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് ഡീലെന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളുമായിട്ടല്ലേ ഡീല്. മറ്റു തരത്തിലുള്ള ഡീലൊന്നും നമുക്കില്ല. ഈ മണ്ഡലത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ടിട്ടുള്ള ജനങ്ങളുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ല ഡീലുണ്ട്. ഈ കഴക്കൂട്ടത്ത് CPM ആരുമായിട്ടാണ് മത്സരം? BJP ആയിട്ടാണോ അതോ UDF ആയിട്ടാണോ? ഒരു ട്രയാങ്കുലർ ഫൈറ്റാണ് നടക്കുന്നത്. ഒരു ത്രികോണ മത്സരമാണ്. ഇന്നയാളുമായിട്ടാണ് നേരിട്ട് മത്സരം എന്ന് പറയാനൊന്നും പറ്റില്ല. 3 പേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ഒരു ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഒരു ത്രികോണ മത്സരമാണെങ്കിൽ ഇപ്പോ BJP സെക്കൻഡ് നിൽക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണല്ലോ കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ BJPയുടെ ഒരു തുടക്കമാണോ ഇതൊക്കെ? അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? BJP ഇത്തവണ ഇവിടെ പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJP 2ാം സ്ഥാനത്ത് വന്നു. അതുകൊണ്ട് അവർ ഇപ്രാവശ്യം 2ാം സ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണ്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും നല്ല നിലയിൽ, 3 മുന്നണികളും നല്ല നിലയിൽ മത്സരരംഗത്തുണ്ട്. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒരു വിവാദ വിഷയമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ കഴക്കൂട്ടത്തെ ജനങ്ങൾ അതിനൊരു മറുപടിയായിട്ടൊക്കെ നൽകുന്നൊക്കെ പറയുന്നു. വിവാദമാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്കതിനകത്ത് റോളുമില്ലെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിച്ചുള്ളതാണ്. ഹൈക്കോടതിയാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. അവരാണ് SIT നിയോഗിച്ചത്. അവർക്കാണ് SIT റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തെ നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇപ്പൊ എത്രത്തോളം ഉണ്ട് LDFന്റെ ഒരു വിജയ പ്രതീക്ഷ? 100%, 110%. അഭിമാനകരമായിട്ടുള്ള വിജയം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഉറപ്പ്. കഴക്കൂട്ടത്ത് മാത്രമല്ല സംസ്ഥാനത്തും ഭരണം നിശ്ചയമായിട്ട് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ തുടർച്ച വേണമെന്ന് വിശേഷിച്ച് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛനമ്മമാരുടെ പെൻഷൻ അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം തുടരേണ്ടതായിട്ടുണ്ട്. ലൈഫ് മിഷൻ 5 ലക്ഷം വീട്, ഇപ്പോൾ ഏതാണ്ട് 6.25 ലക്ഷം വീടിന്റെ 1.25 ലക്ഷം വീടിന്റെ പണി നടക്കുന്നു. അത് ഇനിയും തുടരണം. ഇതെല്ലാം തുടരേണ്ടതായിട്ടുണ്ടെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടർച്ചയ്ക്ക് വേണ്ടി പിണറായി വോട്ട് ചെയ്യും. ഈ കഴക്കൂട്ടത്തെ ജനത്തിന് ഇനി എന്തൊക്കെ ഉറപ്പുകളാണ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളാണ്? നമ്മുടെ ഇവിടെ വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം അവശേഷിക്കുന്നത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. അതിന്റെ ഉത്തരവാദി നേരത്തെ ഭരിച്ച UDF തന്നെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഭാവിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് ഒരു പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടിയിരുന്നത്. ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു പൈപ്പിലൂടെ വെള്ളം 10-60 വർഷക്കാലം ഒഴുകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രഷർ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പ്രഷർ കൊടുത്താൽ അപ്പം പൊട്ടും. പ്രഷർ കൊടുക്കാത്തത് കാരണം ഇവിടുത്തെ ഈ ടാങ്കുകളിൽ, വാട്ടർ ടാങ്കുകളിൽ വെള്ളം കയറുന്നില്ല. അത് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ഒട്ടും വെള്ളം കിട്ടുന്നില്ല. അതിന് പരിഹാരമായിട്ട് നമ്മൾ 2016 ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി അവസാന ഘട്ടത്തിലാണ്. 2 മാസം കൊണ്ട് അത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. ഒരു 2 മാസം കഴിയുമ്പോഴേക്കും കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണാം. അതോടുകൂടി ഈ മണ്ഡലത്തിലെ മിക്കവാറുമുള്ള എല്ലാ ജനകീയ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചു എന്ന് പറയാം. 3ാം ഊഴത്തിന് തയ്യാറെടുക്കുകയാണ്. യെസ്.